ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഏൺകറോ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. നിങ്ങളിപ്പോൾ ഓൺലൈൻ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്, പക്ഷേ നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പോ മറ്റോ ഇല്ല എങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഒരു ഏർണിങ്സ് ലഭിക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ വർക്കൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജെനുവിനായിട്ട് പേയ്മെൻറ്റ് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത് ഏൺകറോ. ഇതിൽ മറ്റൊന്നുമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്ന എല്ലാ വെബ്സൈറ്റുകളും ഫ്ലിപ്കാർട്ട്, നൈക്ക, ആമസോൺ, മിന്ത്ര, അജിയോ എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ പുതിയ പുതിയ ഓഫേഴ്സ് നമ്മൾ ഷെയർ ചെയ്യുക, അതായത് പുതിയ ഓഫർ വരുമ്പോൾ അതിൻ്റെ ബാനറും മറ്റു കാര്യങ്ങളും നമുക്ക് ഈ ഫ്രണ്ട് പേജിൽ വരും. ഇത് ജസ്റ്റ് നിങ്ങളുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലോ മറ്റോ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അതിൽ നിന്ന് ആരെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, നൈക്ക എന്ന് പറയുന്ന വെബ്സൈറ്റ് ഒരുപാട് പെൺകുട്ടികൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെബ്സൈറ്റാണ്. കൂടുതലും മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണത്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഫ്ലിപ്കാർട്ട്, മിന്ത്ര എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഓഫേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കുന്ന ഓഫേഴ്സ് നിങ്ങൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് വേണം ഷെയർ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ട, ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും യൂസർ നെയിമും കൊടുത്തിട്ട് ലോഗിൻ ചെയ്താൽ മാത്രം മതിയാവും. ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരും. ആമസോണിൻ്റെ ഓഫേഴ്സ് ചെയ്യുമ്പോൾ മാത്രം അവർ എലിജിബിലിറ്റി ചെക്ക് ചെയ്യും. ഞാനിപ്പോൾ ആമസോണിൻ്റെ ഓഫേഴ്സ് ഇതിൽ ചെയ്യുന്നില്ല. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആമസോണിൻ്റെ ഓഫേഴ്സ് എല്ലാം ആമസോൺ അസോസിയേറ്റ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റ് മുഖേനയാണ് നമ്മളത് ചെയ്തിരുന്നത്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ചെയ്യുന്നത് കാരണം ഇതിൽ ആമസോൺ ഞാൻ എടുക്കുന്നില്ല. ബാക്കിയുള്ള വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ഷോപ്പിംഗ് സൈറ്റുകളുടെ ഓഫേഴ്സ് എല്ലാം ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ ഇതിൽ ഏറ്റവും നല്ല ഓഫേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രോഫിറ്റ് അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് വേണം നമ്മൾ സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴെ അവർ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിൽ പ്രസ് ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റ്, അതായത് നമ്മൾ ഷെയർ ചെയ്യുന്ന ലിങ്ക് ഉപയോഗിച്ച് ആരെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കുന്ന പ്രോഡക്ട്സിൻ്റെ ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാം എമോകെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഇത് സെല്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോഡക്റ്റുകൾ നമ്മളുടെ അഫിലിയേറ്റ് ലിങ്കിലൂടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 60% വരെ, ഒരു 1000 രൂപയുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ ഏകദേശം 600 രൂപ വരെ നിങ്ങൾക്ക് ഒരു സെയിലിന് ലഭിക്കും. അതുപോലെ തന്നെ ക്ലൗ ഓറൽ കെയർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് 50% ആണ് പ്രോഫിറ്റ് ലഭിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്യുക, നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ജസ്റ്റ് ആ പ്രോഡക്റ്റ് ഒന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് വാട്സപ്പ് മുഖേന വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഡെയിലി ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല നല്ല ഓഫേഴ്സ് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇടുകയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുന്നതിലൂടെയും അതിൻ്റെ സെയിൽസ് നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ ഫ്ലാറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ മുകളിൽ നിങ്ങൾക്ക് കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡും മറ്റു കാര്യങ്ങളും ഇതിലൂടെ സെല്ല് ചെയ്യുന്നുണ്ട്. ഈ ക്രെഡിറ്റ് കാർഡൊക്കെ ഇതുപോലെ ഷെയർ ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് സെല്ല് ചെയ്യുകയാണെങ്കിൽ HDFCയുടെ ഇൻസ്റ്റൻറ്റ് ലോൺ അവൈലബിൾ ആണ്. ഇതിലിപ്പോൾ ലോൺ ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അവർക്ക് ഡയറക്റ്റ് ഈ ലിങ്ക് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്കിലൂടെ അവർ കോൺടാക്റ്റ് ചെയ്ത് ലോൺ അപ്രൂവ് ആവുകയാണെങ്കിൽ ഏകദേശം 5600 രൂപ വരെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ HSBCയുടെ ലൈവ് പ്ലസ് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ ഫ്ലാറ്റ് 3000 പ്രോഫിറ്റ്, അതായത് 3000 രൂപ ഫ്ലാറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. വളരെ ജെന്യുവിൻ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇതിൽ ഓൺലൈനായിട്ട് വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ലാപ്ടോപ്പൊന്നും ആവശ്യമില്ല. ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ കയ്യിൽ ലാപ്ടോപ്പൊന്നുമില്ല, മറിച്ച് ഒരു ഫോൺ മാത്രമാണുള്ളത്. അപ്പോൾ ഫോൺ ഉപയോഗിച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ AU ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകൾ കുറച്ച് നാളായിട്ട് വന്നിട്ടുള്ളൂ. AU ബാങ്കിൻ്റെ കാർഡും അക്കൗണ്ടെല്ലാം എനിക്കതിൽ ഓൾറെഡി അക്കൗണ്ടും കാർഡെല്ലാം ഉണ്ട്. ഞാൻ ഓൾറെഡി മറ്റൊരു വെബ്സൈറ്റ് മുഖേന എടുത്തതാണ്. എനിക്കതിലും ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ കാർഡുകൾ, ക്രെഡിറ്റ് കാർഡും ലോണും എല്ലാം നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എടുത്തു നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ HSBCയുടെ ലൈവ് പ്ലസ് ക്രെഡിറ്റ് കാർഡ് എടുക്കുക. ഇതിൽ ആകെ നിങ്ങൾ ചെയ്യേണ്ടത്, മറ്റുള്ള പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ കോപ്പി ലിങ്ക് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് അതിൽ കോപ്പി ആയിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതിയാവും. ഞാനിപ്പോൾ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ കാണിച്ചു തരാം. ഫേസ്ബുക്ക് എടുക്കുക, അതിൽ ഗ്രൂപ്പ്സ് എടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഒരു ഗ്രൂപ്പിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്.
ഫ്രീ അഡ്വർടൈസ്മെൻറ്റ് ഗ്ലോബലി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ഇത് എൻ്റെ ഒരു ഗ്രൂപ്പാണിത്. എല്ലാവർക്കും ആഡ് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പാണ്. അത്യാവശ്യം നല്ല എൻഗേജ്മെൻറ്റ് കിട്ടുന്ന ഒരു ഗ്രൂപ്പാണ്. ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം ആ ഒരു ലിങ്ക്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബിറ്റ്ലി ലിങ്കാണ്. അത് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താഴെ അതിൻ്റെ ഡീറ്റെയിലും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ വരിക, ഓഫർ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് എടുക്കുക. ഈ ഓഫർ ഡീറ്റെയിൽസ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് മതിയാകും. HSBC പ്ലസ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. നമ്മളിപ്പോൾ എടുത്ത ആ ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് വെക്കുക. ഇത്രയും ഡീറ്റെയിൽ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. ഈ HSBC ലൈവ് പ്ലസ് ക്രെഡിറ്റ് കാർഡെന്നോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ടെക്സ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ അഡ്വർടൈസ്മെൻറ്റ് ഗ്രൂപ്പുകളിൽ, ഫേസ്ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ഇതുപോലെ ആഡുകൾ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇമേജോ HSBCയുടെ ഒരു ഇമേജോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അതുകൂടി പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു കാണാൻ ഒരു അട്രാക്ഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസോ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഈ ലിങ്ക് മുഖേന ആരെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും കിട്ടും. ഈ കാണിക്കുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഹോം പേജിൽ വരിക. ഇപ്പോൾ മറ്റേതെങ്കിലും ഓഫേഴ്സാണ് നിങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലാഷ് സെയിൽ എന്ന് പറഞ്ഞ സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് വ്യൂ ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് പ്രോഡക്ട്സ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ നോയ്സിൻ്റെ ഈ ഒരു ഇയർബഡ്സ് ഇത് നമുക്ക് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഡയറക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ വാട്സപ്പിൽ ഷെയർ നൗ എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതുപോലെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ നമ്പറിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ആയിരിക്കും ആ ആഡ് വരുന്നത്. ആ ഒരു ബാനറും അതുപോലെ തന്നെ നിങ്ങളുടെ ലിങ്കും മറ്റു കാര്യങ്ങളും എല്ലാം ഇതിൽ വരും. ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇപ്പോൾ ആരെങ്കിലും പർച്ചേസ് ചെയ്യുക, ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഫോർവേഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ആയിട്ട് നിങ്ങൾക്ക് ഇടാൻ സാധിക്കുന്നതാണ്. ഓട്ടോമാറ്റിക് സ്റ്റാറ്റസ് ആയിട്ട് പോയിട്ടുണ്ടാകും. അപ്പോൾ ആരെങ്കിലും ഈ ഒരു ലിങ്കിൽ പ്രസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഡയറക്റ്റ് ആ ഒരു വെബ്സൈറ്റിലേക്ക് പോകും. നിങ്ങൾക്ക് കാണാം ആ ഒരു വെബ്സൈറ്റിലേക്ക് ഡീവിയേറ്റ് ആയി വരുന്നത് ആ പ്രോഡക്റ്റ് പേജിലേക്ക് അത് പോകും. നോയ്സിൻ്റെ പ്രോഡക്റ്റാണിത്. ഓക്കെ, ആരെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ മറ്റൊന്നും ചെയ്യേണ്ട. ആരെങ്കിലും ഇത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ കാണിച്ചിരിക്കുന്ന പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ലഭിച്ചിരിക്കും. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ സ്റ്റാറ്റസ് ജസ്റ്റ് ഒന്നെടുത്ത് നോക്കാം. ഇതുപോലെയായിരിക്കും സ്റ്റാറ്റസ് വരുന്നത്. താഴെ ലിങ്കും വന്നിട്ടുണ്ടാകും. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. അതുമല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കാണിച്ച പിൻട്രസ്റ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ലിങ്ക് കോപ്പി ചെയ്യുക ഇതുപോലെ. ഓക്കെ, എന്നിട്ട് ഈ ഒരു സ്ക്രീൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇത് ഞാൻ ചെയ്യാറുള്ള രീതിയാണ് ഈ കാണിച്ചു തരുന്നത്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ഇമേജും മറ്റു കാര്യങ്ങളും ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക, സേവ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, പിൻട്രസ്റ്റിലേക്ക് വരിക, പുതിയൊരു പിൻ ആഡ് ചെയ്യുക. ഓക്കെ, പിൻ നമ്മളിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് കട്ട് ചെയ്ത ആ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുക. ദെൻ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ ആ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ലിങ്ക് പേസ്റ്റ് ചെയ്യുക. ആ ഓഫറിൻ്റെ ഒരു ഹെഡിങ്ങോ മറ്റു കാര്യങ്ങളും ഇവിടെ നിന്നിട്ട് എടുക്കാം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ കട്ട് ചെയ്തപ്പോൾ കാണിക്കാൻ പറഞ്ഞു പോയതാണ്. ഈ ഇത്രയും ഭാഗം മാത്രം, ഈ ഒരു ബാനറിൻ്റെ ഭാഗം മാത്രം നിങ്ങൾ എടുത്താൽ മതിയാവും. അതല്ലെങ്കിൽ ഈ ഡീൽ എൻഡ്സ് എന്ന് പറയുന്ന സെക്ഷൻ മുതൽ ഈ ബാനർ വരെ ഈ നോയ്സും സ്റ്റാർട്ടിങ് പ്രൈസും നിങ്ങളുടെ പ്രോഫിറ്റ് ഒന്നും അതിൽ കാണിക്കരുത്. അത് ഞാൻ അറിയാതെ ഇപ്പോൾ മിസ്റ്റേക്ക് ചെയ്തതാണ്. ഈ ബാനറിൻ്റെ താഴെ വരെ മാത്രം നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഓക്കെ, എന്നിട്ട് ഈ ഒരു ടെക്സ്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. നോയ്സ് ബഡ്സ് VS102 എലീറ്റ് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡിസ്ക്രിപ്ഷനും വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് നല്ലതാണ്. ദെൻ ടാഗ് ടോപ്പിക്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഇവിടെ ഹെഡ്ഫോൺസ്, ഹെഡ്സെറ്റ്, ഈ സെക്ഷനെല്ലാം നിങ്ങൾ ഇതുപോലെ ടാഗുകളാണ്. ഇതെല്ലാം തീർച്ചയായിട്ടും കൊടുക്കണം. എന്നാൽ മാത്രമേ ട്രാഫിക് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇയർബഡ്സ്, ഹെഡ്ഫോൺസ് എന്ന് പറഞ്ഞ ടാഗുകളെല്ലാം ഇതുപോലെ നിങ്ങൾ കൊടുക്കുക. ദെൻ ക്രിയേറ്റ് കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പിൻട്രസ്റ്റിൽ ചെയ്യുക. പിൻട്രസ്റ്റിൽ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതുപോലുള്ള പ്രോഡക്റ്റുകളെല്ലാം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഡെയിലി ഒരു 3-4 പ്രാവശ്യമെങ്കിലും പിൻട്രസ്റ്റിൽ ഇതുപോലുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ഇടണം. എന്നാൽ മാത്രമേ അത്യാവശ്യം ട്രാഫിക് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഒരു ബോർഡ് അല്ലെങ്കിൽ ആ പിൻ ഇവിടെ വന്നിട്ടുണ്ടോ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു പിൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇപ്പോൾ കസ്റ്റമേഴ്സ് വന്ന് ഇതുപോലെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ
ഇവിടെ വിസിറ്റ് സൈറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. കാരണം നമ്മൾ അതിൻ്റെ വെബ്സൈറ്റോ അല്ലെങ്കിൽ നമ്മൾ അഫിലിയേറ്റ് ലിങ്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിൽ വന്ന് ആരെങ്കിലും പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഡീവിയേറ്റ് ആയിട്ട് ആ നോയ്സിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം gonoise.com ആ ഒരു സെക്ഷനിലേക്ക് പോകും. അപ്പോൾ കുറേ നാൾ മുമ്പ് നമ്മൾ ഇതുപോലെയുള്ള അഫിലിയേറ്റ് ഓഫേഴ്സ് എല്ലാം പ്രൊമോട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വെബ്സൈറ്റൊക്കെ വേണം, എന്നാൽ മാത്രമേ നമുക്ക് അപ്രൂവലൊക്കെ ലഭിക്കുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓഫേഴ്സുകൾ ഇതുപോലെ എടുത്തിട്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത റിപ്പോർട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈലിൽ നിങ്ങൾ ഏൺ ചെയ്ത ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഇവിടെ കാണാം. മൈ ഏർണിങ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓർഡർ ഡീറ്റെയിലും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം. എനിക്ക് ഓൾറെഡി ഒരു ഓർഡർ കുറച്ച് ദിവസം മുമ്പ് ലഭിച്ചിരുന്നു. പക്ഷേ അത് ഓർഡർ ചെയ്ത ആൾ ക്യാൻസൽ ചെയ്തത് കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാം സ്പെഷ്യൽ ബോണസ് ക്യാൻസൽ 50 റുപ്പീസ് ഒരു ചെറിയൊരു ഓർഡറിന് എനിക്ക് കിട്ടിയിരുന്നു. ആ ക്യാൻസൽ ചെയ്ത കാരണം അത് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ എമൗണ്ട് ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 രൂപയെങ്കിലും നിങ്ങൾക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാം. ഇവിടെ റിക്വസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഷെയർ മോർ ടു ഏൺ മോർ യു നീഡ് എ മിനിമം ഓഫ് ₹10 കൺഫേം പ്രോഫിറ്റ് ടു ട്രാൻസ്ഫർ യുവർ ഏർണിങ്സ് ടു എ ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ആക്ടിവേറ്റ് ആണെങ്കിൽ ഏകദേശം ഒരു 10 രൂപയെങ്കിലും നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ ഒരു സമയം മാത്രമേ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിതിൽ വരികയുള്ളൂ. അല്ലാതെ ബാങ്ക് അക്കൗണ്ടൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു സമയമാകുമ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഏൺ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അത് കാണിച്ചു തരാം എങ്ങനെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാമെന്നുള്ളത്. പക്ഷേ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ട്രാഫിക് കിട്ടുന്ന എവിടെ നിന്ന് ഏത് രീതിയിലാണ് നമുക്ക് ഓർഡേഴ്സൊക്കെ ലഭിച്ചത് എന്നുള്ള കൺവേർഷൻ റേറ്റും മറ്റു കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. കുറേ നാളായിട്ട് വന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. കുറേ നാൾ മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തത് എൻ്റെ പഴയ ഫോണിലായിരുന്നു അതിൻ്റെ ഒരു അക്കൗണ്ട് ഉള്ളത്. അത് ഓൾറെഡി ഫോൺ നഷ്ടപ്പെട്ടപ്പോൾ അത് പോയത് കാരണം എനിക്കത് കാണിച്ചു തരാൻ സാധിക്കില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ അതിൽ നിന്ന് ബാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു എമൗണ്ട് എല്ലാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നല്ല നല്ല ഓഫേഴ്സ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ചീപ്പ് ഓഫേഴ്സാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോപ്സിയുടെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഷോപ്സിയുടെ പ്രോഡക്റ്റ് ഒന്നും പക്ഷേ അത്ര ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം ചീപ്പ് പ്രോഡക്റ്റ്സ് ആണ് അതിലുള്ളത്. അത് കാരണം ഞാൻ അതിൻ്റെ ഓഫേഴ്സ് അധികം ഞാൻ ചെയ്യാറില്ല അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാറില്ല. മറിച്ച് മറ്റുള്ള അജിയോയുടെയോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ആരെങ്കിലും ഫ്രണ്ട്സിനോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ അതുപോലുള്ള ഓഫേഴ്സ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഇവിടെ യുവർ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ ഡയറക്റ്റ് ഫ്രണ്ട് പേജിൽ തന്നെ ബാലൻസ് കാണും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തിട്ട് ഏതെങ്കിലും പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 ലൈനിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഐറ്റമാണ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സിൽ പ്രസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഹെഡ്ഫോൺസ്, പവർ ബാങ്ക്സ്, സ്പീക്കേഴ്സ്. നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പീക്കേഴ്സ് ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ബോട്ടിൻ്റെയൊക്കെ സ്പീക്കേഴ്സ് ഉണ്ട്. ഇതിനെല്ലാം പെർ സെയിലിന് പ്രോഫിറ്റ് 50 റുപ്പീസാണ് ഒരു സെയിലിന് ലഭിക്കുന്നത്. പ്രോഫിറ്റ് എപ്പോഴും നിങ്ങൾ നോക്കണം. പ്രോഫിറ്റ് ഇല്ലാത്ത പ്രോഡക്റ്റുകൾ ഇതിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾ ഷെയർ ചെയ്യരുത്, ആ പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ പ്രോഫിറ്റ് ഏതിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ പെർസെൻറ്റേജ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, ഒരുപാട് ബോട്ടിൻ്റെ സ്പീക്കേഴ്സ് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ മെൻസ് ഫാഷൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ടീഷർട്ട്, ജീൻസ് എല്ലാം അവൈലബിൾ ആണ്. ടീഷർട്ടൊക്കെ ഇതുപോലെ എടുത്ത് നോക്കാം. ഓരോ പ്രോഡക്റ്റിനും നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്ര രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ജാക്ക് ആൻഡ് ജോൺസിൻ്റെയൊക്കെ ടീഷർട്ടുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം ആളുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ ചാൻസ് ഉള്ള ടീഷർട്ടുകളാണ്. നല്ല എമൗണ്ട് ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ബ്രാൻഡഡ് ആണ്. അതിന് 130 റുപ്പീസാണ് ഒരു സെയിലിന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ എല്ലാ പ്രോഡക്റ്റിൻ്റെയും നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. യുവർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ അത് നോക്കി നിങ്ങൾ ചെയ്യുക. ഓഫർ ഇല്ലാത്ത സംഭവങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക, ആ പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കില്ല. അതുപോലെ തന്നെ ഫ്ലാഷ് സെയിൽ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് ഡേയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പുതിയ പുതിയ ഓഫേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫ്ലിപ്കാർട്ടിൻ്റെയും മറ്റും. അതെല്ലാം അത്യാവശ്യം നല്ല ഓഫർ റേറ്റിലായിരിക്കും കസ്റ്റമേഴ്സിന് കിട്ടുന്നത്. അത് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സെയിൽസ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഏത് പ്രൊമോഷണൽ ടെക്നിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ കാണിച്ച പോലെ പിൻട്രസ്റ്റോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളോ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വേണമെങ്കിൽ പോസ്റ്റ് ഇടാം. ഇൻസ്റ്റാഗ്രാമിൽ പക്ഷേ നമുക്ക് ലിങ്ക് അങ്ങനെ എല്ലാ പോസ്റ്റിലും ഇടാൻ സാധിക്കില്ല. അത് കാരണമാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊമോഷണൽ ടെക്നിക്കൊന്നും കാണിക്കാത്തത്. ഒരു ലിങ്ക് നമുക്ക് പ്രൊഫൈലിൽ ഇടാൻ പറ്റുള്ളൂ. എല്ലാ പ്രോഡക്റ്റ് ലിങ്കൊന്നും നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പറ്റില്ല. പക്ഷേ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും മറ്റും നമുക്ക് ഇടാം. വാട്സപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഇതുപോലെ
ഓഫേഴ്സ് ലഭിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം കിട്ടുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിടുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ഓഫേഴ്സ് വരുമ്പോൾ നിങ്ങളുടെ റെഫറൽ അല്ലെങ്കിൽ അഫിലിയേറ്റ് ലിങ്ക് ജസ്റ്റ് ആ പ്രോഡക്റ്റ് ബേസ് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് അതിലിടുക. ഇടുമ്പോൾ താല്പര്യമുള്ള നിങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് അതിൽ നിന്ന് ഇപ്പോൾ ഓഫറിന് കിട്ടുമ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ടെലഗ്രാമിൽ ഇതുപോലെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ സ്ഥിരമായിട്ട് ടെലഗ്രാമിൽ നിന്ന് ഈ ഗ്രൂപ്പ് മുഖേന ഒരുപാട് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം റെയർ ഡീൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലൂട്ടുകൾ വരുന്നുണ്ട്. അതായത് ഓഫേഴ്സ്, നല്ല രീതിയിലുള്ള ഓഫേഴ്സ് വരുമ്പോൾ ഈ ഗ്രൂപ്പിലെല്ലാം ഇവർ ഇത് പോസ്റ്റ് ചെയ്യും. ഇവരുടെ അഫിലിയേറ്റ് ലിങ്ക് കൂടിയായിരിക്കും. മിക്ക ആളുകൾ ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യും. കാരണം നല്ല രീതി ഇവിടെ നിങ്ങൾക്ക് കാണാം മിന്ത്രയിൽ ഓവർ സൈസ് ടീഷർട്ടൊക്കെ 139 റുപ്പീസിനൊക്കെ കിട്ടുന്നത്. അതിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് തീർച്ചയായിട്ടും ഇവർക്ക് ലഭിക്കും. ഇതിലെ മെമ്പേഴ്സ് നിങ്ങൾക്ക് കാണാം റെയർ ഡീൽസിൽ ഏകദേശം 6,22,000 മെമ്പേഴ്സ് ഓൾറെഡി ഉണ്ട്. ഇവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 1000 പേരെങ്കിലും അത് പർച്ചേസ് ചെയ്യാതിരിക്കില്ല. അതിൻ്റെ പ്രോഫിറ്റ് അവർക്ക് ലഭിക്കും. ഇതുപോലെ ടെലഗ്രാം ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഓഫർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാം. പതിയെ മെമ്പേഴ്സൊക്കെ വരുള്ളൂ. എന്നാലും തീർച്ചയായിട്ടും ലോങ് ടേം നിങ്ങൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഈ ഒരു രീതിയിലും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് യൂട്യൂബിലൊക്കെ നോക്കുക, പ്രൊമോഷണൽ ടെക്നിക്സ് ഏതൊക്കെ അവൈലബിൾ ആണ് അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. എനിക്കറിയാവുന്ന കുറച്ച് രീതികൾ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് പുതിയ ഏതെങ്കിലും രീതികൾ അറിയാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. ഇത് കംപ്ലീറ്റ്ലി 100% മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മൊബൈൽ മാത്രം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ ഓഫേഴ്സും ഇവർ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നെറ്റ് പ്ലേയുടെ ടീഷർട്ടുകൾ ഇതെല്ലാം നല്ല ഓഫർ റേറ്റിലായിരിക്കും വരുന്നത്. ഇവരിതുപോലെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ലിങ്ക് ആയിരിക്കും, അതിൻ്റെ ഒരു അഫിലിയേറ്റ് ലിങ്ക് ആയിരിക്കും ഇവരിടുന്നത്, അല്ലെങ്കിൽ പ്രൊമോഷണൽ ലിങ്ക് ആയിരിക്കും ഇടുന്നത്. ആരെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് അവർക്ക് ലഭിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ജെന്യുവൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഇനി ഇവിടെ അവർ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ പോപ്പുലർ സെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റിൻ്റെ അളവ് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ട് സ്റ്റോർ 2 എടുക്കുക. ഇതിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് അത് കാറ്റഗറി വൈസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8% വരെയും ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്റ്റിനായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രോഡക്റ്റിനേക്കാൾ 3.20 ആയിരിക്കും. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഏറ്റവും താഴെ മേക്ക് ലിങ്ക്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ സെൻട്രൽ നിങ്ങൾക്ക് കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങളിപ്പോൾ ഫ്ലിപ്കാർട്ട് വെബ്സൈറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷനിൽ പോയി എടുത്തെന്ന് വിചാരിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫ്ലിപ്കാർട്ട് നിങ്ങളിപ്പോൾ എടുത്തു. ഓക്കെ, നിങ്ങൾ ഓൾറെഡി അതിൻ്റെ മെമ്പറാണ്, ഇതിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു മെമ്പറാണ്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ സ്പോർട്സ് ഷൂ നമ്മളെടുത്ത്. ഓക്കെ, എടുത്തെന്ന് വിചാരിക്കുക. ഈ ഒരു പ്രോഡക്റ്റ് നമുക്കിപ്പോൾ ആർക്കെങ്കിലും ഡയറക്റ്റ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളായി ചെയ്യേണ്ടത് ഇതിൽ ഈ കാണുന്ന ആരോ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതായത് ഷെയർ ചെയ്യേണ്ട ആരോ ബട്ടണാണ്. ഇവിടെ നിന്നിട്ട് കോപ്പി ലിങ്ക് എടുക്കുക. ഇവിടെ താഴെ കാണാം കോപ്പി ലിങ്ക്. എന്നിട്ട് ഡയറക്റ്റ് നമുക്ക് മറ്റേ വെബ്സൈറ്റിലേക്ക് പോകാം അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലേക്ക് പോകാം. ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക ആ ലിങ്ക്. ഡയറക്റ്റ് നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്ത ലിങ്കാണ്. എന്നിട്ട് നിങ്ങളാകെ ചെയ്യേണ്ടത് മേക്ക് പ്രോഫിറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു അഫിലിയേറ്റ് ലിങ്ക്. അതായത് ഈ ഒരു ലിങ്ക് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് അവർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കാണിച്ചിരിക്കുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു ലിങ്ക് ആയിരിക്കണം നിങ്ങൾ ഡയറക്റ്റ് ഇപ്പോൾ ഷെയർ നൗ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വാട്സപ്പിലൊക്കെ ഇതുപോലെ ഷെയർ ചെയ്യാം. ഈ ഒരു ലിങ്കിലൂടെ ഇപ്പോൾ പർച്ചേസ് ചെയ്യുകയാണ്, ആ ലിങ്കിൽ പ്രസ് ചെയ്തെന്ന് വിചാരിക്കുക. കസ്റ്റമർ ഡയറക്റ്റ് ഡീവിയേറ്റ് ആയിട്ട് ആ ഒരു ഷൂവിൻ്റെ പേജിലേക്ക് പോകും. ഓക്കെ, അവർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പെർസെൻറ്റേജ്. അപ്പോൾ ഫ്ലിപ്കാർട്ട് എടുക്കുമ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഏതൊരു പ്രോഡക്റ്റും നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ആ മേക്ക് ലിങ്ക്സ് എന്ന് പറയുന്നത്. ഇതുപോലെ ഏതൊരു മിന്ത്രയുടെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. മിന്ത്ര ആദ്യം സെലക്ട് ചെയ്യുക, അതായത് താഴെ പോവുക, താഴെ മേക്ക് ലിങ്ക് കൊടുക്കുക. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ മിന്ത്രയുടെ ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യുക, മേക്ക് പ്രോഫിറ്റ് ലിങ്ക് അടിക്കുക. ഇതിൽ കാണിച്ചിരിക്കുന്ന വെബ്സൈറ്റിൽ ഏത് വെബ്സൈറ്റിൽ വേണമെങ്കിലും ഇതുപോലെ പ്രോഫിറ്റ് ലിങ്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് നിങ്ങളുടെ കസ്റ്റമേഴ്സിനോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സർട്ടൺ പെർസെൻറ്റേജ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും അതിന് വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.